DCP ഗോവിന്ദൻ സാറാണ്. സിറ്റി ബോർഡറിൽ എന്താ മിഷൻ എന്ന് ചോദിക്കുന്നു. സാർ, ജയശങ്കർ. കാര്യമായിട്ടൊന്നുമില്ല സാർ, ഒരു റുട്ടീൻ ചെക്കിംഗ് അത്രേ ഉള്ളൂ സാർ. യെസ് സാർ, ഐ ഷാൽ റിപ്പോർട്ട് സാർ. തേങ്ങാ കൊല മിഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അവന് കസേരയിൽ നിറങ്ങി ആ എവിടെ അടുത്തേക്ക് ഓടാൻ. കണാപ്പൻ യൂസ്ലെസ് ഫെലോ. മടുത്തടോ. ഉയരോടെ പിടിച്ച് ശവപ്പെട്ടിക്കകത്ത് കിടത്തിയ പോലെയായി ഇപ്പൊ ഈ കുപ്പായത്തിനകത്തെ ജീവിതം. സത്യം, രവി IPS ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ എങ്ങാനും ചാർജ് കിട്ടിയാൽ അവന്റെ കീഴിൽ ഒന്ന് പണിയെടുക്കണം, ഒരൊറ്റ ദിവസം, വെറുതെ ഒരു ത്രില്ലിന്. എന്നിട്ട് ഈ തൊപ്പിയും കുപ്പായും ഒക്കെ അഴിച്ചുവെച്ച് ഒരു രാജിക്കത്തെഴുതി കൊടുത്തിട്ട് സർവീസിൽ നിന്ന് ഇറങ്ങിപ്പോരണം. മതി, ചെറുപ്പം തീരുന്നതിന് മുമ്പേ തന്നെ ഒരു റിട്ടയർഡ് ലൈഫ്. എങ്ങനെയുണ്ട് സാർ? ഫസ്റ്റ് പോയിന്റ് എന്താ മെസ്സേജ് ಬಂದಿದೆ? അതെ, SI നാരായണൻ. കൊടുക്കാം സർ. യെസ്, വാട്ട് ಸರ್? KA 019111 ಗಾಡಿ ಬರ್ತಾ ಇದೆ. 2 ಗಾಡಿ ಬರ್ತಾ ಇದೆ ಸರ್. ಓವರ್. ಗೆಟ್ ರೆಡಿ, ಟೇಕ್ ಪೊಸಿಷನ್ಸ್. ಎಲ್ಲ ಬಾಕ್ಸ್ ಓಪನ್ ಮಾಡಿ. ಗಣಪಣ ಜನಸಲೋಟ್ ಪ್ರೆಸೆಂಟ್ ಅಪ್. ಗಣಪಣ ಸ್ಲೋ ಆರ್ಮ್ಸ್. ಗಣಪಣ ಆರ್ಡರ್ ಆರ್ಮ್ಸ್. ಗಣಪಣ will unfix the bayonet. Unfix bayonet.
കൊല്ലപ്പെട്ടത് ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ വളരെ സീരിയസ് ആയിരിക്കും. പ്രോബബിളി കമ്മീഷണർ വാര്യര് നേരിട്ട് തന്നെ. നോ, കമ്മീഷണർ ഇതിൽ ഇടപെടാൻ പാടില്ല. ഇറ്റ്സ് ടു ബിഗ് എ റിസ്ക്. അതാ പറഞ്ഞത്. കമ്മീഷനെ ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം നടക്കണമെങ്കിൽ ഓർഡർ അങ്ങ് മോളിൽ നിന്ന് വരണം. അന്വേഷണം യാര് വേണമെന്ന് കമ്മീഷണർ മിനിസ്റ്റർ അല്ല, ഗൌഡ, ഈ സൂര്യദേവരാജ ഗൌഡ ഗൌഡ തീരുമാനിക്കും. ഓ ഗോവിന്ദര, നീയ പണിക്കയാ? അടോ പർവാല, നീയ പണിക്ക പോയാ? ഹോം മിനിസ്റ്റർ വിളിക്കട്ടെ സർ. ആ പോ. ഉം. വരൂ. ഇരിക്കൂ. അല്ല, ഞാൻ ഇതിലൊന്ന് ഒപ്പിട്ട് കിട്ടിയാൽ ഏട്ടത്തെ വിളിക്കാം. ഇരിക്കൂ. എന്താ ഇത്? ഓഫീസിലുണ്ടായിരുന്ന പേഴ്സണൽ സാധനങ്ങള്, പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും കൊടുത്തയച്ചതും. ഇതൊക്കെ ഇന്ന് എന്നെ ഇവിടെ ഏൽപ്പിച്ച റെസീറ്റ് വാങ്ങണമെന്ന് ഗോവിന്ദൻ സാറ് പറഞ്ഞപ്പോ ഞാൻ ഇതിലൊന്ന് ഒപ്പിട്ടാൽ. സോറി, ഇങ്ങനൊരവസ്ഥയില് ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ, പിന്നെ അന്വേഷണത്തിന്റെ ചാർജ് DCP ഗോവിന്ദൻ സാറിന്. രവി നാളെ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ്.